ചിക്കൻ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി എല്ല് കളഞ്ഞിട്ട് ഈ ഒരു പരുവാക്കി എടുക്കാം. എന്നിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇങ്ങനെ ഇടുന്നത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും, കാരണം അടി പിടിക്കാണ്ടിരിക്കാൻ നല്ലതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം, അതായത് കനം കുറച്ച് അരിഞ്ഞത്. ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വയറ്റി ഈ ഒരു പരുവാക്കിയിട്ട് എടുക്കണം. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഒന്ന് തണുത്ത് ആറിയതിന് ശേഷം നമുക്കതിലേക്ക് മൈദയും അതുപോലെ തന്നെ വെള്ളവും ഡാൽഡയും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചൊരു പരുവാക്കി എടുത്തിട്ടുള്ള മാവാണ്. അതിനെ പരത്തിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പീസ് വളരെ കനം കുറഞ്ഞതാണ്. ഇന്ന് ഇതിലേക്ക് വേണം നമ്മൾ ആ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാൻ. ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ബേക്കറി ആയിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.